യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ഷേമ ഇസ്രായേലിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ കുർബാന ആരാധനകളിൽ വെച്ച് ഏറ്റവും വലിയ ആരാധനയാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ് വിശുദ്ധ കുർബാന. ലോകാവസാനം വരെ മനുഷ്യമക്കൾക്ക് ലഭിക്കുവാൻ വേണ്ടി സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന 2 ദനാറുകളാണ് വിശുദ്ധ കുർബാനയും കുമ്പസാരവും. ഈ ബലി യോഗ്യതയോടെ അർപ്പിക്കാൻ വചനത്തിൽ പറയുന്ന ഏക വ്യവസ്ഥ ഹൃദയത്തിൻ്റെ വിശുദ്ധിയും മനസ്സിൻ്റെ ഐക്യവും സഹോദര സ്നേഹവുമാണ്. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവനിൽ നിന്നും ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം ശ്രവിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ജിജു, സ്ഥലം എരുമേലി. 6 മാസം മുമ്പ് എൻ്റെ പിതാവിന് രണ്ടാമതും ക്യാൻസർ വരികയും എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ തവണ വന്നപ്പം മെഡിസിൻ എടുത്തപ്പോൾ ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായതാണ്. ഇപ്രാവശ്യം അതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും ഞങ്ങൾ മെഡിസിൻ നിർത്തിവെക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഒത്തിരി ഭയപ്പെട്ടു പോയി. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അനീഷച്ചനെയും കാരിച്ചനെയും ഒക്കെ കണ്ട് പ്രാർത്ഥിക്കുക, അതുപോലെ തൃശ്ശൂർ രോമജിനെ ഒക്കെ കണ്ട് വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ചികിത്സയിൽ യാതൊരു പ്രശ്നവും കൂടെ കർത്താവിന് വലിയ സംരക്ഷണം ഉണ്ടാകുകയും രണ്ടാമത് ടെസ്റ്റ് നടത്തിയപ്പോൾ റിസൾട്ട് ക്യാൻസറിൻ്റെ സെൽസ് ഒന്നും കാണാനില്ല. കൊണ്ട് ഡോക്ടർ മെഡിസിൻ്റെ ഡോസ് കുറയ്ക്കുകയും 6 മാസം കഴിഞ്ഞ് നിർത്തുന്ന കാര്യം ആലോചിക്കാമെന്ന് പറഞ്ഞു. ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തിനും സംരക്ഷണത്തിനും നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ ഷേമ ഇസ്രായേലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ പോകുന്ന വചനഭാഗം കൊരിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 26 മുതലുള്ള വചനങ്ങളാണ്. ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണമിതാണ്. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒത്തിരിയേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വചനഭാഗത്ത് തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചും
കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണത്തെക്കുറിച്ചും അതിൻ്റെ യോഗ്യതയെക്കുറിച്ചും അതെങ്ങനെ സ്വീകരിക്കണമെന്നും ഒക്കെ പരിശുദ്ധാത്മ വചനത്തോടെ സംസാരിക്കുക. വിശുദ്ധ കുർബാനയെക്കുറിച്ച് തെറ്റായി സംസാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. വിശുദ്ധ കുർബാനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അതിൽ സാന്നിധ്യം ഇല്ല എന്ന് പറയുന്നവരും ആ സാന്നിധ്യത്തെ സംശയിക്കുന്നവരുമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണേ, ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത് 12 അപ്പസ്തോലന്മാരിൽ ആരുമല്ല. പൗലോസ്ലീഹ പറയുന്നത്. പൗലോസ്ലീഹ പറയേ, എനിക്കിതെല്ലാം വെളിപാട് പോലെയാണ് ലഭിച്ചതെന്ന്. കൃത്യമായിട്ട്, വളരെ കൃത്യമായിട്ട് പൗലോസ്ലീഹ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇത് മുഴുവനും വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. പൗലോസ്ലീഹ ഒരിക്കലും വിശുദ്ധ കുർബാനയിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്നില്ല. എനിക്കിത് മുഴുവൻ വെളിപാട് മുഖേന ലഭിച്ചതാണെന്ന് പൗലോസ്ലീഹ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക ഉണ്ടോ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് സുവിശേഷത്തിലെ ഏറ്റവും വലിയ ആത്മീയ രഹസ്യമായ വിശുദ്ധ കുർബാനയെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ ശക്തിയെക്കുറിച്ചും അതിൻ്റെ യോഗ്യതയെക്കുറിച്ചും അത് അയോഗ്യതയോടെ ഭക്ഷിക്കുമ്പോൾ പാനം ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്ന അവസ്ഥകളെക്കുറിച്ചും പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, നമ്മളെല്ലാവരും പലരും എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാ. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടെന്നല്ല അച്ഛൻ പറയുന്നത്. അങ്ങനെ ഒരു അർത്ഥത്തിൽ എടുക്കരുത്. വിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കണം. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ചെയ്യണം. പക്ഷേ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അപ്പോൾ കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ആത്മശോധന ചെയ്തിട്ട് ഇത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. 28-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയും ചെയ്യട്ടെ. സാധാരണ അപ്പക്കഷ്ണം കഴിക്കാനായിരുന്നെങ്കിൽ ആത്മശോധന ചെയ്യേണ്ട കാര്യമുണ്ടോ? ചുമ്മാ കുറച്ച് വീഞ്ഞു കുടിക്കാനാണെങ്കിൽ അതേക്കുറിച്ച് ആത്മശോധന ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നതിനും പാനം ചെയ്യുന്നതിനും മുമ്പായി നീ ആത്മശോധന ചെയ്യണം. കാരണം എന്താ? നീ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും കർത്താവിൻ്റെ ശരീരവും രക്തവും ഒന്ന്. ഈ കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കാനുള്ള യോഗ്യതയോടുകൂടിയാണോ ഞാനിത് ഭക്ഷിക്കുകയും ഞാനിത് പാനം ചെയ്യുകയും ചെയ്യുന്നതെന്ന് ഞാനും ചോദിക്കണം. ഓരോരുത്തരൊക്കെ ഞായറാഴ്ചത്തെ കടം തീർക്കാൻ വേണ്ടി വരുന്നുണ്ട്. സൺഡേ വിശുദ്ധ കുർബാന, സാബത്ത് കടമുള്ളതായതുകൊണ്ട് എന്നാ ചെയ്യുന്നത്? ചില ശനിയാഴ്ചകളിൽ രാത്രി 12-1 മണി വരെ ബോധമില്ലാതെ മദ്യപിച്ച് ബോധം കെട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ 6 മണിയാകുമ്പോൾ ചാടി എഴുന്നേറ്റ് കടക്കപ്പായെന്ന് വരും. ഓടി ഇങ്ങോട്ട് വരും. ഒരു ഒരുക്കവും ഇല്ല, ഒരു ആത്മശോധനയില്ല, ഒരു വിശുദ്ധീകരണവും, പ്രാഥമിക ഒരുക്കം പോലും ഇല്ലാതെ വരും. ചിലപ്പോൾ പല്ല് പോലും തേക്കാതെ വരുന്നവരുണ്ട്. ഇവിടെ ഓടി വന്നിട്ട് ഈ നാവ് നീട്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. ഇതെങ്ങോട്ടായി പോകുന്നേ? ഈശോ ഇറങ്ങിച്ചെല്ലുന്നത് എങ്ങോട്ടാ? ഇന്നലകളിൽ മദ്യത്തിനും അശുദ്ധിക്കും പാപത്തിനും വിട്ടുകൊടുത്ത നിന്റെ ശരീരത്തിലേക്ക് അല്ലേ? അയോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ, ഈ പാത്രത്തിൽ നിന്നും പാനം ചെയ്യുന്നവൻ സ്വന്തം ശരീരത്തിനെതിരെ, കർത്താവിൻ്റെ ശരീര രക്തങ്ങൾക്കെതിരെ പാപം ചെയ്യുന്നു. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം അയോഗ്യതയോടെ കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ചതുകൊണ്ടാണ്. കണ്ടോ? എത്രമാത്രം യോഗ്യതയോടുകൂടി സ്വീകരിക്കേണ്ടതാണ് കർത്താവിൻ്റെ ശരീരവും രക്തവും. എത്രമാത്രം യോഗ്യതയോടുകൂടിയാണ് നമ്മളിത് സ്വീകരിക്കുന്നത്. നമ്മൾ ഓരോ പ്രഭാതത്തിലും ആത്മശോധന ചെയ്യും. നല്ലതാണ്. അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുള്ളായിരിക്കും. ഓക്കെ, ആ ഞായറാഴ്ചയിലത്തെ വിശുദ്ധ കുർബാന ആചരണവും അതിൽ പങ്കുപറ്റലും എത്രമാത്രം വിശുദ്ധിയോടും എത്രമാത്രം സ്നേഹത്തോടും എത്രമാത്രം ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് എന്ന് ആത്മശോധന ചെയ്യും. നല്ലതാ. ഉണ്ടോ? ഇന്ന് ഏതൊക്കെ അവസ്ഥയിലാണ്?
കർത്താവ് വചനത്തിൽ പറഞ്ഞിട്ടില്ലേ, നീ വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ നീ എന്നാ ചെയ്യണ്ടേ? നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്ന പക്ഷം നിന്റെ ബലിവസ്തു വെച്ച് പോയി രമ്യതപ്പെട്ടിട്ട് പിന്നെ വന്ന് ബലിയർപ്പിക്കുക. അപ്പം നിന്റെ ബലി സ്വീകാര്യമാകും. ഇത് നമ്മൾ സ്വയം വെറുപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സംസാരവും നമ്മുടെ പ്രവണതകളും നമ്മുടെ ദുശീലങ്ങളും നമ്മുടെ അശുദ്ധിയും മൂലം ഒത്തിരി പേരെ നമ്മൾ ഓരോ ദിവസവും മുറിപ്പെടുത്തുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശത്രുക്കളായിട്ട് മാറുന്ന അനേകരുണ്ട്. കർത്താവ് പറയും, നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ, നിനക്കല്ല നമുക്ക് വിരോധമുള്ള ലിസ്റ്റ് എടുക്കാൻ പോയാൽ ചിലപ്പോൾ കുറേ പേര് കാണും. കർത്താവ് അതല്ല പറയുന്നത്, അതിനേക്കാൾ അപ്പുറമായി ഉയർന്നു നിൽക്കുന്ന, നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിന്നോട്. പക്ഷെ നമുക്കത് പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ അയ്യോ, അവൻ എന്നോട് എന്തോ ഒരു പ്രശ്നമുണ്ട്, അവൾക്ക് എന്നോട് എന്തോ ഒരു പ്രശ്നമുണ്ട്, പഴയ പോലെ സ്നേഹമില്ല, പഴയ പോലെ സംസാരിക്കുന്നില്ല, അങ്ങനെ ഒന്ന് തോന്നിയാൽ പോലും നീ ആദ്യം ചെയ്യേണ്ടത് ബലിവസ്തു വെച്ചിട്ട് പോയി രമ്യതപ്പെടുക. ചോദിക്കുക, എന്നാ പറ്റി? എൻ്റെ വല്ല പ്രശ്നം കൊണ്ടാണോ? എൻ്റെ വല്ല പ്രവൃത്തി കൊണ്ടാണോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? ഞാൻ എന്തെങ്കിലും ചെയ്യാതിരുന്നിട്ടാണോ എന്ന് ചോദിക്കാൻ ഒരു ആത്മീയ ബലമുണ്ടാകട്ടെ. ഇതെങ്ങനെയാ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പറയും, അവനല്ലേ ആദ്യം ഇത് പറഞ്ഞത്, അവൻ ക്ഷമ ചോദിക്കട്ടെ, അവൻ കാരണമല്ല ഇങ്ങനത്തെ അവസ്ഥ വന്ന്, അവൻ ആദ്യം വന്ന് മാപ്പ് പറയട്ടെ, എന്നിട്ട് ഞാൻ മാപ്പ് പറയാം, എന്നിട്ട് ഞാൻ ക്ഷമിക്കാം, എന്നിട്ട് ഞാൻ വിട്ടുകൊടുക്കാം, എന്നിട്ട് ഞാൻ എളിമപ്പെടാം. അങ്ങനെയല്ല കർത്താവ് പറയുന്നത്. നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്ന പക്ഷം നീ ബലിവസ്തു വെച്ച് പോയി രമ്യതപ്പെട്ട് എന്നിട്ട് വന്ന് ബലി നൽകുക. നമ്മൾ അർപ്പിക്കുന്ന ബലിയുടെ യോഗ്യത അറിയാഞ്ഞിട്ടാണ്, നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ യോഗ്യത അറിയാഞ്ഞിട്ടാണ്, നമ്മൾ ഓരോ ദിവസവും സ്വീകരിക്കുന്ന കർത്താവിൻ്റെ ശരീര രക്തങ്ങളുടെ യോഗ്യതയും അതിൻ്റെ ബലവും അതിൻ്റെ വിശുദ്ധീകരണവും അതിൻ്റെ ആത്മശക്തിയുടെ ഉറവിടവും മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടാണ്. എത്രയോ വിശുദ്ധര സഭയിൽ വർഷങ്ങൾ വിശുദ്ധ കുർബാന മാത്രം ജീവിച്ചവരുണ്ട്. 14 വർഷം, 16 വർഷം, 30 വർഷം, 40 വർഷങ്ങളോളം വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ച വിശുദ്ധര് സഭയിലുണ്ട്. വേറൊന്നും കഴിക്കാതെ. ശക്തിയില്ലാഞ്ഞിട്ടാണ്. വിശുദ്ധ കുർബാന നിന്റെ ശരീരത്തിനും നിന്റെ മനസ്സിനും നിന്റെ ആത്മാവിനും ഒരുപോലെ ശക്തി തരുന്നതാണ് കർത്താവിൻ്റെ ശരീരവും രക്തവും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, ആർക്കെങ്കിലും വിശക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വാ, ആർക്കെങ്കിലും ദാഹിക്കെങ്കിൽ എൻ്റെ അടുത്ത് വാ. വിശക്കുന്നവന് സ്വന്തം ശരീരം, ദാഹിക്കുന്നവന് സ്വന്തം രക്തം കർത്താവ് വാഗ്ദാനം ചെയ്തില്ലേ? അതാ വചനം പറയുന്നു. നോക്കിക്കേ, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവിൻ്റെ മരണം എന്നുവരെ അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ കർത്താവിൻ്റെ മരണത്തിലാണ് ഞാനും നിങ്ങളും പങ്കുപറ്റുന്നത്. ആ ബലിയില, ബലി കുരിശിൽ നമുക്ക് വേണ്ടി കർത്താവ് പൂർത്തിയാക്കിയ ആ ബലിയിൽ നമ്മൾ പങ്കുപറ്റുകയാണ്. അല്ല പുനരാവർത്തനമൊന്നുമല്ല, ഒരു ഓർമ്മ ആചരണമൊന്നുമല്ല. ആ ബലിയിൽ നമ്മൾ പങ്കുപറ്റുകയാണ്, ആ ബലിയുടെ ഭാഗമാകുകയാണ്. ഈശോ എനിക്കും നിനക്കും വേണ്ടി മുറിക്കപ്പെടുകയാ, തകർക്കപ്പെടുകയാ. ആ ബലി പൂർത്തിയാകണമെങ്കിൽ നമ്മളും ബലിയുടെ ഭാഗമായി തീരാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. അല്ലേ? ഈശോ ബലിവസ്തുവും ബലി അർപ്പകനും ആയിരുന്നു ഒരേ സമയം. നമ്മൾ പറയും വിശുദ്ധ കുർബാന കാണാൻ പോണു, നമ്മൾ കാഴ്ചക്കാരാ. ഒരു ബലി പൂർത്തിയാകണമെങ്കിൽ അതിനോട് ചേർന്ന് ബലിയർപ്പിക്കാനും ബലിവസ്തു, അതാണ് ഈശോ ആയത്. ഓരോ പുരോഹിതനും ബലിയർപ്പിക്കുമ്പോൾ ആ ബലി പൂർണ്ണമാകുന്നത് അവൻ്റെ ജീവിതത്തിൽ, ആ പുരോഹിതൻ്റെ ജീവിതത്തിൽ ബലി പൂർണ്ണമാകുന്നത് അവൻ ബലി അർപ്പകനും ബലി വസ്തുവാകുമ്പോഴാണ്. ഉണ്ടോ? ഈശോ ബലി അർപ്പകൻ മാത്രമല്ല, സ്വന്തം ശരീര രക്തം എടുത്തിട്ടാ പറഞ്ഞ്, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാകുന്നു. ഈശോ ബലി അർപ്പകനും ബലി വസ്തുവുമായി തന്നെ മുറിച്ചാണ് ഈശോ നമുക്ക് നൽകിയത്. ഈ ബലിയിലാണ് നമ്മൾ പങ്കുപറ്റുന്നത്. നമ്മുടെ ബലി പൂർത്തിയാകണമെങ്കിൽ കർത്താവിൻ്റെ കുരിശു മരണത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് ഞാനും മുറിക്കപ്പെടുവാൻ, ഒരു ബലിയാകുവാൻ, എൻ്റെ ജീവിതത്തിന് അനുദിന ജീവിതത്തിൽ ഒരു ബലിയാകുവാൻ തീരുമാനമെടുക്കുമ്പോൾ മാത്രമാണ് എൻ്റെ ബലി പൂർത്തിയാകുന്നത്.
വിശുദ്ധ കുർബാന സ്വീകരിച്ച് വീട്ടിലേക്ക് വന്നിട്ട്, കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടോ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടോ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടോ ഒന്നും മുറിക്കപ്പെടുവാൻ, ഒന്ന് തകർക്കപ്പെടുവാൻ, എൻ്റെ ഇഷ്ടങ്ങളെ ബലി കഴിച്ചിട്ട് എൻ്റെ കുടുംബത്തിൻ്റെ ഇഷ്ടങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും വേണ്ടി ജീവിക്കുവാൻ, സ്വയം മുറിക്കപ്പെടുവാൻ, മുറിവേൽപ്പിക്കപ്പെടുവാൻ നമ്മൾ അനുവദിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ബലി പൂർത്തിയാകുന്നില്ല. അത് അൾത്താരയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാ. വിശുദ്ധ കുർബാന അൾത്താരയിൽ മാത്രം ഒതുങ്ങേണ്ട കൂദാശയല്ല. അൾത്താരയിൽ നിന്നും അപ്പമായി, അപ്പത്തോളം ചെറുതായി മുറിക്കപ്പെട്ട് നിന്റെ ശരീരത്തിൻ്റെ, നിന്റെ രക്തത്തിൻ്റെ ഭാഗമായി തീരുന്ന ഈശോ നിന്റെ ജീവിതത്തിൽ നീ മുറിക്കപ്പെടുമ്പോഴാണ് ആ ക്രിസ്തുവിൻ്റെ കൗദാശിക സാന്നിധ്യം, വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യവും ശക്തിയും എന്നിൽ പൂർത്തിയാകുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വെളിപാടായി വിശുദ്ധ കുർബാനയെക്കുറിച്ച്, കർത്താവിൻ്റെ ശരീര രക്തങ്ങളെക്കുറിച്ചും ഇത്രമാത്രം സത്യം തിരിച്ചറിഞ്ഞപ്പോൾ പൗലോസ്ലീഹ വിളിച്ചു പറയുക, അയോഗ്യതയോടുകൂടി ആരെങ്കിലും ഈ അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ സ്വന്തം ശരീരത്തിൽ രോഗം വിളിച്ചു വരുത്തുന്നു, അവനും ദുർബലനാകുന്നു, അവൻ്റെ മരണത്തിന് പോലും ഒരുപക്ഷെ കാരണമിതാ. ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാ, അയോഗ്യതയോടെ കർത്താവിൻ്റെ ശരീരവും. അതുകൊണ്ടാണ് പൗലോസ് നിങ്ങൾ കർത്താവിൻ്റെ ശരീരവും രക്തവും ആത്മശോധന ചെയ്തതിന് ശേഷമാകട്ടെ. ഉണ്ടോ? ഒരു ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുണ്ട്. ഇമ്മീഡിയറ്റഡ്, പെട്ടെന്നുള്ള പ്രിപ്പറേഷൻ, റിമോട്ട് പ്രിപ്പറേഷൻ. ചിലർക്കൊക്കെ ഒരു പ്രിപ്പറേഷനും ഇല്ല. ആകെയുള്ള പ്രിപ്പറേഷൻ പാൻസും ഷർട്ടും ഇടുക, അത്യാവശ്യം ഡ്രസ്സ് ഇടുക. ഇതാണ് ആകെ വിശുദ്ധ കുർബാനയ്ക്കുള്ള പ്രിപ്പറേഷൻ. നമ്മുടെ മനസ്സിൻ്റെ മേഖലയിലും ആത്മാവിൻ്റെ മേഖലകളിലും എത്രമാത്രം പ്രിപ്പറേഷൻ നമ്മൾ നടത്തുന്നുണ്ട് ഒരു വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ, അല്ലേ? എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളിലും നാവ് നീട്ടി കർത്താവിനെ സ്വീകരിച്ചിട്ട് വരും. തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പേ നമ്മൾ ഈ നാവ് കൊണ്ട് കുറ്റം പറയും, ഈ നാവ് കൊണ്ട് പരദൂഷണം പറയും, ഈ നാവ് കൊണ്ട് മറ്റുള്ളവരുടെ പേരിന് കളങ്കം ചാർത്തും, മറ്റുള്ളവരുടെ ജീവിതത്തെ തകർക്കുന്ന അവസ്ഥയിലേക്ക് ഇതേ നാവ് കൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കും, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറയും. എന്നിട്ട് ഈ നാവ് കൊണ്ട് പിറ്റേ ദിവസവും പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കും. അതുകൊണ്ടാണ് ജെറമ്യാ 15:19 വചനം പറയുന്നു, വില കട്ടത് പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നിന്റെ നാവ് കർത്താവിൻ്റേത് പോലെയാകും. ഉണ്ടോ? ഈശോ സ്വീകരിച്ചതുകൊണ്ട് മാത്രമാകുന്നില്ല, ഈശോ നിന്റെ നാവിൽ സ്വീകരിച്ചെന്ന് മനസ്സിലാക്കി ബോധപൂർവം ആ അധരങ്ങൾ കൊണ്ട്, നാവ് കൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തുന്ന സംഭാഷണം നീ ചെയ്യണം. ഈശോയ്ക്ക് വേണ്ടി നീ നാവിൽ മുറിയപ്പെടണം, ഈശോയ്ക്ക് വേണ്ടി നിന്റെ കാലുകൾ കൊണ്ട് മുറിയപ്പെടണം, ഈശോയ്ക്ക് വേണ്ടി നിന്റെ കരങ്ങൾ മുറിയപ്പെടണം, ഈശോയ്ക്ക് വേണ്ടി നിന്റെ ഹൃദയം മുറിക്കപ്പെടണം, ഈശോയ്ക്ക് വേണ്ടി നിന്റെ ജീവിതം മുറിക്കപ്പെടണം. എങ്കിലേ വിശുദ്ധ കുർബാന നിന്നിൽ പൂർത്തിയാകുന്നുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാന പൂർത്തിയാകാതെ പോവുകയാണ്. ഓരോ വിശുദ്ധ കുർബാനയും എന്നിൽ പൂർത്തിയാകുന്നത് സ്വീകരിച്ച വിശുദ്ധ കുർബാന കർത്താവിൻ്റെ ശരീരവും രക്തവും എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട, തകർക്കപ്പെട്ട, ചിന്തപ്പെട്ട യേശുവിൻ്റെ ശരീരവും രക്തവും ഓരോ പ്രഭാതത്തിലും ഓരോ വിശുദ്ധ കുർബാനയും നമ്മൾ സ്വീകരിക്കുമ്പോൾ എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ടവനെയാണ് ഞാൻ സ്വീകരിക്കുന്നതെന്നുള്ള ബോധമുണ്ടായിട്ട് ഈ കർത്താവെ അങ്ങേക്ക് വേണ്ടിയും എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയും ഈ ജീവിതം മുറിക്കപ്പെടും ഞാൻ അനുവദിക്കുമ്പോൾ, വിട്ടുകൊടുക്കുമ്പോഴാണ് ഈ പരിശുദ്ധ കുർബാന അതിൻ്റെ പരിസമാപ്തിയിലെത്തുന്നത്. അവിടെ ഞാൻ കർത്താവിൻ്റെ കുരിശിനോടും കുരിശുമരണത്തോടും താതാത്മ്യപ്പെടുകയാണ്. ഈ വചനത്തിൻ്റെ സന്ദേശം സ്വീകരിക്കുമ്പോൾ ഓരോ ദിവസവും, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റും. അത്രമാത്രം വിലയുള്ളതാണേ. ഈ വിലയറിയാത്തത് കൊണ്ട്, വിശുദ്ധ കുർബാനയുടെ ശക്തി അറിയാത്തത് കൊണ്ടാണ് നമ്മളിൽ പലരും ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോകാത്തതും അതിനോട് വലിയ താല്പര്യമില്ലാത്തതും. പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നു, അയോഗ്യതയോടെ ഈ അപ്പം സ്വീകരിക്കരുത്. സ്വയം ആത്മശോധന ചെയ്തിട്ടാകട്ടെ ഈ കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നത്. തുടർന്ന് വരുന്ന ആരാധന നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യമായി ഈശോ കടന്നു വരുമ്പോൾ, അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, ആ ഈശോയുടെ അടുത്ത് നമ്മുടെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് ചോദിക്കാം, ഇന്നലകളിൽ നമ്മൾ സ്വീകരിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ഉദകുന്ന വിധം എത്രമാത്രം ഒരു ബലിയർപ്പണത്തിൻ്റെ ജീവിതം,
ഒരു മുറിക്കപ്പെടലിൻ്റെ ജീവിതം, ഒരു പങ്കുവെക്കലിൻ്റെ ജീവിതം, സ്വയം ശൂന്യവൽക്കരിക്കുന്നതിൻ്റെ ജീവിതം, സ്വയം ഇല്ലാതാകുന്നതിൻ്റെ ജീവിതം നമ്മൾ ജീവിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളെയും ഈ ആരാധനയുടെ മുമ്പിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാം. വിശുദ്ധീകരിക്കപ്പെടേണ്ട, അഭിഷേകം പ്രാപിക്കേണ്ട എല്ലാ മേഖലകളും സമർപ്പിച്ച്, കർത്താവേ, അങ്ങയെ സ്വീകരിക്കുന്ന ഞാൻ മറ്റൊരു ഈശോയായി മാറുവാനുള്ള അഭിഷേകം തരണമേ എന്ന് തുടർന്ന് വരുന്ന ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ദിവ്യകാരുണ്യനാഥൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ തന്നെയാണ്. നമുക്ക് വേണ്ടി കാൽവരിയിൽ കർത്താവ് ചിന്തിയ അവൻ്റെ പരിശുദ്ധ രക്തവും നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട അവൻ്റെ ശരീരവും ഈ അൾത്താരയിലുണ്ട്. നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ ദിവ്യകാരുണ്യമായി ഈശോ ഇപ്പോൾ നമ്മളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും അവൻ്റെ സാന്നിധ്യം ഒഴുക്കുന്ന സമയം. വചനത്തിലൂടെ നമ്മൾ കേട്ടു, ഇന്ന് നമ്മളിൽ പലരും രോഗികളായതും ദുർബലരായതും പലരും മരിച്ചു പോയതിന് കാരണം അയോഗ്യതയോടെ കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ചതുകൊണ്ടാണ്. കർത്താവിൻ്റെ ശരീരവും രക്തവും അയോഗ്യതയോട് സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. പലപ്പോഴും കർത്താവിൻ്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം അയോഗ്യതയോടുകൂടി സ്വീകരിച്ചിട്ടുള്ളവരാണ് നമ്മൾ. പാപത്തിലും അശുദ്ധിയിലും സഹോദര ബന്ധങ്ങൾ തകർന്നു കിടക്കുന്ന അവസ്ഥയിലും ദൈവം അനുവദിക്കാത്ത ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ കർത്താവിനെ സ്വീകരിച്ചിട്ടുള്ളവരാണ് നമ്മൾ. പൗലോസ്ലിഹ കൊരിന്തോസ് സഭയോട് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് പൗലോസ്ലിഹ പറയുന്നുണ്ട്, അയോഗ്യതയോടുകൂടി കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ പാപം ചെയ്യുന്നു. അയോഗ്യതയോടുകൂടി കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നവൻ വീണ്ടും വലിയൊരു പാപമാണ് ചെയ്യുന്നതെന്ന് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ടായിരിക്കണം യൂദാസ് അയോഗ്യതയോടുകൂടി കർത്താവിൻ്റെ ശരീരം സ്വീകരിച്ചിട്ട് ചെന്നെത്തുന്നതും പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ ശരീരവും രക്തവും ആ വിശുദ്ധമായ കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ചിട്ടും നമ്മളും കടന്നു പോകുന്ന വഴികൾ അശുദ്ധമായ വഴികളാണ്, പാപത്തിൻ്റെ വഴികളാണ്, മ്ലേച്ഛതകളുടെ വഴികളാണ്. ഇതേ നാവ് കൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ അശുദ്ധ സംഭാഷണങ്ങൾ, അശുദ്ധ ഭാഷണങ്ങൾ, മറ്റുള്ളവരെ കുറ്റം പറയുന്ന പരദൂഷണ പ്രവണതകളിലേക്കൊക്കെ ഈ അധരത്തെ നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. വചനത്തിലൂടെ കർത്താവ് പറയുന്നുണ്ട്, നിന്റെ നാവ് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഇതേ നാവ് കൊണ്ട് തന്നെ മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നത് കർത്താവിൻ്റെ വചനം പറയുന്നത് ഉചിതമല്ല. അയോഗ്യതയോടുകൂടി കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും രക്തത്തിനുമെതിരെയും കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെയും പാപം ചെയ്യുന്നുവെന്ന് വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുക. കരങ്ങൾ രണ്ട് തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഈ ദിവ്യകാരുണ്യനാഥനെ പലപ്പോഴായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളവരാണ്. അവൻ്റെ ശരീരവും രക്തവും മലിനമാക്കപ്പെട്ട ഹൃദയത്തോടും മലിനമാക്കപ്പെട്ട മനസ്സോടും മലിനമാക്കപ്പെട്ട ശരീരത്തോടും കൂടി പല ആവർത്തി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞില്ലേ, നമ്മളിൽ പലരും ഇന്ന് രോഗികളായതിന് കാരണം അതാണ്, ദുർബലരായതിന് കാരണം അതാണ്, പലരും മരിച്ചുപോയതിന് കാരണം അതാണെന്ന് പോലും വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞു. കർത്താവെ, ഇന്ന് ആത്മാവിൽ മരണം പ്രാപിച്ച് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. ആത്മാവിൻ്റെ മരണം പ്രാപിച്ച് ഞങ്ങൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധിയോടുകൂടി അങ്ങയെ സ്വീകരിക്കുവാൻ, അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുവാൻ, അനേകർക്ക് വിശുദ്ധിയുടെ അടയാളങ്ങളായി മാറുവാൻ, അനേകർക്ക് ബലിയർപ്പണത്തിൻ്റെ ബലിവസ്തുവിൻ്റെ മുറിക്കപ്പെട്ട കർത്താവിൻ്റെ ശരീരവും രക്തവും ജീവിതത്തിൽ സ്വീകരിച്ച് അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അയോഗ്യതയോടുകൂടി അവിടുത്തെ ശരീരവും രക്തവും സ്വീകരിച്ച് അതിലൂടെ കടന്നു വന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും ഇപ്പോൾ ഞങ്ങൾ നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എളിമയോടെ പ്രാർത്ഥിക്കുന്നു, അനുദപിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലകളിൽ അയോഗ്യതയോടെ കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ച് കർത്താവെ, അങ്ങേക്കെതിരായി മറുതലിച്ച് അങ്ങേ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് കർത്താവെ, ഞങ്ങൾ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ. അങ്ങേ നിഷേധിച്ച, അങ്ങേക്കെതിരെ മറുതലിച്ച, വിശുദ്ധ കുർബാനയിൽ പോകാതെ, കുമ്പസാരിക്കാതെ, വിശുദ്ധ ജീവിതം നയിക്കാതെ, ഇതിനോടൊക്കെ മറുതലിപ്പ് കാണിച്ച ഏതെങ്കിലും മക്കൾ ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ കർത്താവെ, അതിലൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ തിന്മകളെയും ഞങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിലൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും ഇപ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ. ദിവ്യകാരുണ്യനാഥൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിക്കട്ടെ. എല്ലാ തിന്മയുടെ അരൂപികളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈശോയെ നന്ദി. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി എളിമപ്പെട്ട് ഇന്നലകളിൽ സ്നേഹിക്കാനോ ഇന്നലകളിൽ വിശുദ്ധ ജീവിതം കൊണ്ട് കർത്താവിനെ സ്വീകരിക്കാനോ മറന്നുപോയ, സാധിക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് അനുദപിച്ച് കർത്താവിന് മുമ്പിൽ തീരുമാനമെടുക്കാം. ഈശോയെ, ഇനിയുള്ള നാളുകൾ വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ, കർത്താവെ, അങ്ങയോടുള്ള സ്നേഹത്തോടെ അങ്ങയെ സ്വീകരിക്കുവാൻ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ,